നമസ്കാരം. ഞാൻ ഡോക്ടർ വിനോദ് തോമസ്, റിനൈ മെഡിസിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊച്ചിയിലെ ചീഫ് കാർഡിയോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറിയും കഴിഞ്ഞുള്ള ആളുകൾക്ക് കഠിനാധ്വാനം അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള സ്പോർട്സിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പലപ്പോഴും നമുക്കറിയാം, ഒരു വളരെ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ നല്ലൊരു ആക്റ്റീവ് സ്പോർട്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. അവർക്ക് ചിലപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി ബൈപ്പാസ് സർജറി ഒക്കെ ചെയ്യേണ്ടി വരാം. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും ഒരു സംശയം ഉണ്ടാവാം, എനിക്കിനി നല്ലോണം ജോലി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്കിനി ആക്റ്റീവായിട്ട് നടക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പറ്റുമോ, ഓടാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലർക്കും സംശയം ഉണ്ടാവും. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന വിഷയം. നമുക്ക് നല്ലൊരു എക്സസൈസ് ചെയ്യാനായിട്ട് നമുക്ക് നല്ലൊരു ഹൃദയവും വേണം, നല്ലൊരു ശ്വാസകോശവും വേണം. അപ്പം എന്നാലേ നമ്മുടെ ശരിക്കുള്ള ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ ചെന്ന് അത് മസിൽസിലേക്ക് എനർജി കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു ഹാർട്ട് ഡിസീസ് വന്നിട്ടുള്ള ഒരു ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 3 കാര്യങ്ങളാണ് സാധാരണ ശ്രദ്ധിക്കുക. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഹാർട്ടിന്റെ പമ്പിങ് കപ്പാസിറ്റി. അതിൽ നമ്മുടെ ഹാർട്ടിന്റെ ഇടതുവശത്ത് അറിയേണ്ടത് ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ പമ്പിങ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഈ ഇജക്ഷൻ ഫ്രാക്ഷൻ നോർമൽ ആണെങ്കിൽ, ഒരു 60% അല്ലെങ്കിൽ 60% മുകളിലാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ എഫിഷ്യൻസി വളരെ നല്ലതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് നല്ലോണം അധ്വാനിക്കാനും എക്സസൈസ് ചെയ്യാനും ഓടാനും ഒന്നും തടസ്സം സാധാരണ രീതിയിൽ ഉണ്ടാവില്ല. രണ്ടാമത്തെ ഫാക്ടർ ഇതിനകത്തുള്ളത് നമ്മുടെ രക്തധമനികളിലുള്ള ബ്ലോക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറിയോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പം മിക്ക ആളുകൾക്കും ചിലപ്പോൾ ഒരു ബ്ലോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബ്ലോക്സ് ആയിരിക്കാം. അപ്പം ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരെണ്ണം മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ. മറ്റ് സിവിയർ ആയിട്ടുള്ള ബ്ലോക്കുകൾ ചിലപ്പോൾ മരുന്നിലായിരിക്കും മാനേജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബൈപ്പാസ് സർജറി ചെയ്യുമ്പോഴും ചിലപ്പം ചെറിയ ബ്ലോക്കുകൾ വെറുതെ വിട്ടിട്ടുണ്ടോ. അപ്പം അങ്ങനത്തെ ഒരു കംപ്ലീറ്റ് നമ്മൾ ബ്ലോക്കുകൾ മാറിയ അവസ്ഥ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈവൻ മാറിയില്ലെങ്കിൽ പോലും മൈനർ ബ്ലോക്സ് ചിലപ്പോൾ ഉണ്ടാവും, അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു മേജർ ബ്ലോക്കുകൾ പലപ്പോഴും പല രക്തധമനികളിലും ബാക്കിയുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു കട്ടിയുള്ള എക്സസൈസ് ചെയ്യാൻ ചിലപ്പം ഒരു തടസ്സം ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം. അപ്പം നമ്മുടെ ബ്ലോക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്ത അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് പ്രോബ്ലം ഇല്ല. 3, നമ്മളിങ്ങനെ ഒരു എക്സസൈസ് പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുക. അത് സാധാരണ രീതിയിലുള്ള ട്രെഡ്മിൽ ടെസ്റ്റ് അല്ല, കുറച്ചും കൂടി എനർജി എക്സ്പെൻഡിച്ചർ കൂടുതലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു 8 മിനിറ്റ് 9 മിനിറ്റ് നടക്കുന്നതിന് പകരം നമ്മളൊരു 12 മിനിറ്റ്സോളൊക്കെ നടന്ന് ട്രെഡ്മിൽ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ ഹാർട്ടിന്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട്, ECGയിൽ വേരിയേഷൻസ് വരുന്നുണ്ടോ, എത്രത്തോളം നമുക്ക് അധ്വാനിക്കാൻ പറ്റും, ഏതാണ് നമ്മുടെ ലിമിറ്റ്, എത്ര ഹാർട്ട് റേറ്റ് കൂടുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഹാർട്ടിന് ലിമിറ്റേഷൻ വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അപ്പം 3 കാര്യങ്ങളും വളരെ നല്ലതാണെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ പമ്പിങ് നല്ലതാണ്, ബ്ലോക്കുകളെല്ലാം ക്ലിയർ ചെയ്തിരിക്കുന്ന അവസ്ഥയാണ്, അതുപോലെ തന്നെ ട്രെഡ്മിൽ ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഒരാൾക്ക് ഒരു ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ബൈപ്പാസ് സർജറിയോ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് കട്ടിയുള്ള എക്സസൈസ്, നല്ല മാനുവൽ ലേബർ ചെയ്യുന്ന എക്സസൈസ് ചെയ്യാനായിട്ട് പ്രോബ്ലം ഇല്ല. അതുപോലെ തന്നെ ഒരാൾക്കൊരു മാരത്തോൺ ഓടാനോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ട് ഒരു ഷട്ടിൽ ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ ടെന്നീസ് കളിക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കട്ടിയുള്ള എക്സസൈസ് സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനും തടസ്സമില്ല. അതുപോലെ തന്നെ നല്ലോണം നടന്ന് എക്സസൈസ് ചെയ്യാനും പ്രശ്നങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല. അതേസമയം നമ്മുടെ പമ്പിങ് കുറവാണ്, ബ്ലോക്കുകൾ അല്പം ബാക്കിയുണ്ട്, നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ TMT ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്, എന്നാൽ മേജറും അല്ല, പക്ഷെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു മീഡിയം എക്സസൈസ് മാത്രം ചെയ്ത് മുന്നോട്ട് പോകുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം എന്ന് പറഞ്ഞാൽ തീരെ നമ്മൾ വെറുതെ വീട്ടിലിരിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നമുക്ക് വാക്കിംഗ്, അതുപോലെ തന്നെ സൈക്ലിംഗ്, സ്വിമ്മിങ്, അങ്ങനെയുള്ള എക്സസൈസ് എല്ലാം ചെയ്യാൻ പറ്റും. ഒരു 30 മിനിറ്റ്സ് ടു 45 മിനിറ്റ്സ് ടു 1 hour വരെ നമ്മുടെ എക്സസൈസ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അമിതമായ ഭാരം ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ എടുക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ 3ാമത്തെ കാറ്റഗറിയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്കുകളൊന്നും മാറ്റിയിട്ടില്ല, അതുപോലെ തന്നെ പമ്പിങ് വളരെ കുറവാണ്. അങ്ങനെയുള്ളവർ കുറച്ചും കൂടി ഒരു ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ മാത്രം ഏർപ്പെടുന്നതായിരിക്കും നല്ലത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ബൈപ്പാസ് സർജറിയോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കട്ടിയുള്ള വർക്ക് ചെയ്യണേനോ അല്ലെങ്കിൽ ഒന്ന് തടസ്സമല്ല. നമ്മുടെ പമ്പിങ് നോർമലാണ്, രക്തധമനികളെല്ലാം അത്യാവശ്യം ക്ലീൻ ആണ്, എക്സസൈസ് കപ്പാസിറ്റി TMTയിൽ നമുക്ക് നല്ലതായിട്ടുണ്ട് എന്നെങ്കിൽ നമുക്ക് എല്ലാ വിധത്തിലുള്ള ആക്ടിവിറ്റീസും നോർമലായിട്ട് സാധാരണ ആൾക്കാരെ പോലെ ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.